എപ്പിസോഡ് തുടങ്ങുന്നതന്നെ നമ്മുടെ യൂൻ ഗോയലിനെ കാണിച്ചോണ്ടാ. അവനാണെങ്കിൽ പണ്ടത്തെ ഒരു കാര്യം ഇരുന്ന് ആലോചിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പണ്ട് അവൻ്റെ അച്ഛനും അമ്മയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ നേരത്ത് അവനാണെങ്കിൽ അവിടുത്തെ ഒരു പുഴയിൽ മുങ്ങിപ്പോവാനായിട്ട് പോയായിരുന്നു. അവന് നീന്തൽ നല്ലതുപോലെ അറിയത്തില്ല. പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ അവൻ്റെ പേരൻസിനെ വിളിക്കാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ അവർക്ക് രണ്ടുപേർക്കും ഇപ്പോൾ ചെവി കേൾക്കത്തില്ലല്ലോ. അവനാണെങ്കിൽ അപ്പോൾ വിചാരിക്കും, അച്ഛൻ മുന്നേ എൻ്റെ അടുത്ത് എന്തുവാ പറഞ്ഞത്, എനിക്ക് എന്തെങ്കിലും ആപത്ത് വന്നു കഴിഞ്ഞാൽ എന്നെ വേഗം തന്നെ രക്ഷിക്കുമെന്ന്. എന്നിട്ട് ഇപ്പം കണ്ടില്ലേ എന്താ സംഭവിച്ചതെന്ന്. അങ്ങനെ അവനാണെങ്കിൽ ആ പുഴയിലായിട്ട് മുങ്ങി എങ്ങ് പോവും. പെട്ടെന്ന് തന്നെ നമ്മളുടെ യൂൻ ഗോയലിൻ്റെ അച്ഛനായിട്ടുള്ള നമ്മുടെ ചാൻ ഉണ്ടല്ലോ, അവനാണെങ്കിൽ വേഗം തന്നെ പുഴയിലോട്ട് ചാടി ഇറങ്ങിയിട്ട് നമ്മളുടെ യൂൻ ഗോയലിനെ രക്ഷിക്കും. ആ സമയത്ത് നമ്മുടെ യൂൻ ഗോയൽ വിചാരിക്കും, എന്നാലും അച്ഛൻ എങ്ങനെയാണ് എന്നെ രക്ഷിക്കാൻ വന്നേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മുടെ യൂൻ ഗോയലും അതേപോലെ തന്നെ അവൻ്റെ അച്ഛനോട് ഇരുന്ന് സംസാരിക്കുന്നതാണ്. യൂൻ ഗോയൽ വന്നിട്ട് ചോദിക്കും, അച്ഛൻ എന്നാലും എങ്ങനെയാ ഞാൻ വെള്ളത്തിൽ മുങ്ങിയ കാര്യം അറിഞ്ഞ് ഞാൻ എത്രയോ തവണ വിളിക്കാൻ നോക്കി, നിങ്ങൾക്കാർക്കും കേൾക്കാൻ പറ്റത്തില്ലായിരുന്നല്ലോ. പെട്ടെന്ന് അവൻ്റെ അച്ഛൻ പറയും, അതിന് എനിക്ക് കണ്ണുണ്ടല്ലോ മോനെ, ഞാനാണെങ്കിൽ നിന്നെ തേടി നോക്കിയപ്പോൾ മനസ്സിലായി നിനക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലോട്ട് വന്നേ എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ യൂൻ ഗോയലിന് ഭയങ്കര സന്തോഷമാവും. അവനാണെങ്കിൽ ആ സമയത്ത് അവൻ്റെ ആ അച്ഛൻ്റെ തോളിലായിട്ടുള്ള പാട് ശ്രദ്ധിക്കും. അപ്പോൾ അവൻ ചോദിക്കും, ഇതെപ്പോഴാണ് സംഭവിച്ചതെന്ന്. അപ്പോൾ അവൻ്റെ അച്ഛൻ പറയും, ഞാൻ +2 പഠിക്കാൻ നേരത്ത് എനിക്കൊരു കാർ ആക്സിഡൻറ്റ് ആയതാ, ആ സമയത്ത് സംഭവിച്ചതാണ്, അതിൻ്റെ ലൈഫ് തന്നെ മാറ്റിമറിച്ചായിരുന്നു എന്ന് നമ്മുടെ ചാൻ പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ യൂൻ ഗോയലിന് ഇപ്പോഴും മനസ്സിലാവും. അതായത് അവൻ്റെ അച്ഛൻ അന്ന് പറഞ്ഞ ആ ലൈഫ് ചേഞ്ച് ആക്കുന്ന സംഭവം വേറെ ഒന്നുമല്ല, ഈ അച്ഛൻ്റെ കേൾവി ശക്തിയും അതേപോലെ തന്നെ സംസാരശേഷിയും പോയതാ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ യൂൻ ഗോയലിന് ഒരു കാര്യം മനസ്സിലാവും. അതായത് അവൻ എങ്ങനെയെങ്കിലും ആ ഒരു ആക്സിഡൻറ്റിനെ മാറ്റിക്കഴിഞ്ഞാൽ അവൻ്റെ അച്ഛന് ഫ്യൂച്ചറിൽ സംസാരിക്കാനും അതേപോലെ തന്നെ കാത് കേൾക്കാനും പറ്റും. ഇത് ഓർത്തിട്ട് വേഗം തന്നെ നമ്മുടെ യൂൻ ഗോയൽ ചാൻ്റെ അടുത്ത് പറയും, ചാൻ എനിക്ക് നിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്, നീ എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യണം. ഈ ഒരു വർഷത്തേക്ക് ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കാവൂ, എൻ്റെ കൂടെ നീ എപ്പോഴും ഒരുമിച്ചുണ്ടാവണം എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ചാനൊന്നും മനസ്സിലാവത്തില്ല. യൂൻ ഗോയൽ ഇവിടെ പറയുന്നത് എന്തുവാ, അവൻ എങ്ങനെയെങ്കിലും ആ ആക്സിഡൻറ്റിനെ മാറ്റണം എന്ന് ആലോചിച്ചിട്ടാ. എന്നാൽ നമ്മുടെ ചാൻ ഇതിനെ തെറ്റിദ്ധരിക്കും. അവൻ പറയും, നീ എന്തോ ഇങ്ങനെ വിയേർഡായിട്ടൊക്കെ സംസാരിക്കുന്നേ, നിനക്കെന്താ ബോധമില്ലേ, എനിക്ക് പെൺപിള്ളേരെയാണ് ഇഷ്ടം, അല്ലാണ്ട് എനിക്ക് ആൺപിള്ളേരെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാനാണെങ്കിൽ അവിടെ നിന്ന് പോകാനായിട്ടൊരുങ്ങും. എന്നിട്ട് പറയും, മര്യാദയ്ക്ക് എൻ്റെ അടുത്തുനിന്ന് ദൂരെ നിന്നോണം, എൻ്റെ അടുത്തേക്ക് വരരുത്, നിന്നെ ആദ്യം തൊട്ടേ എനിക്കറിയാം, നീ എൻ്റെ അടുത്ത് ഭയങ്കര കെയറിങ് ആയിട്ടാണ് നടക്കുന്നത്, നീ എന്തിനാ എൻ്റെ കൂടെ എന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്തൊക്കെ നിൽക്കുന്നത്, എനിക്ക് അന്ന് തൊട്ടേ ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാൻ വേഗം തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കും. എന്നാൽ നമ്മുടെ യൂൻ ഗോയൽ അവൻ്റെ പുറകെ നടന്ന് പറയും, പ്ലീസ് ഈ ഒരു വർഷത്തേക്ക് നീ എൻ്റെ കൂടെ നിന്നേ പറ്റത്തുള്ളൂ എന്ന്. നമ്മുടെ ചാനാണെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നോക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ചാനും അതേപോലെ തന്നെ യൂൻ ഗോയലും കൂടി ഒരു റൂമിലായിട്ട് കിടക്കുന്നതാണ്. ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും നടുക്കായിട്ട് ഒരു ബാരിയർ തന്നെ വെച്ചിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ യൂൻ ഗോയൽ നമ്മുടെ ചാൻ്റെ അടുത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ചാനാണെങ്കിൽ അങ്ങനെ കിടക്കുന്നേ പെട്ടെന്ന് തന്നെ നമ്മുടെ യൂൻ ഗോയൽ എഴുന്നേറ്റിട്ട് പറയും, നീ എൻ്റെ അടുത്ത് ചോദിച്ചില്ലായിരുന്നോ നിൻ്റെ ബാൻഡിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന്, ഞാൻ അതിന് റെഡിയാണ്, ഞാൻ നിൻ്റെ ബാൻഡിൽ ജോയിൻ ചെയ്ത് നല്ലൊരു ഗിറ്റാറിസ്റ്റ് ആയിട്ട് പ്ലേ ചെയ്തോളാം എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ചാനിന് ഭയങ്കര സന്തോഷമാവും. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ യൂൻ ഗോയലാണെങ്കിൽ അവൻ്റെ അച്ഛന് +2 പഠിക്കുന്ന സമയത്താണ് ആക്സിഡൻറ്റ് നടക്കുന്നത് എന്ന് മാത്രമേ അറിയത്തുള്ളൂ. അത് ഏത് സമയത്താണ് ഏത് ഡേറ്റിലാണ് എന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവൻ വിചാരിക്കും, ഞാൻ അതുകൊണ്ട് എൻ്റെ അച്ഛനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടായേ പറ്റത്തുള്ളൂ എന്ന്. ഇവനാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്ന കേട്ടിട്ട് നമ്മുടെ ചാനലിന് നല്ല സന്തോഷമാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ബാൻഡിലേക്ക് നല്ലൊരു ഗിറ്റാറിസ്റ്റിനെ കിട്ടിയല്ലോ. എന്നാലും അവന് ചെറിയൊരു വിഷമമുണ്ട്. ഇവനാണെങ്കിൽ ഈ ഒരു വർഷം കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു തരും. ഇവനാണെങ്കിൽ അവിടെ കിടന്ന് നിലവിളിക്കും, മുത്തശ്ശി എന്നെ ഒന്ന് രക്ഷിക്കണേ, ഇവൻ ദാ എന്നെ വേറൊരു കണ്ണിൽ കാണുന്നേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ സിയോങ് ഉണ്ടല്ലോ, അവളാണെങ്കിൽ UK പോകാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ നിൽക്കുമായിരുന്നു. എയർപോർട്ടിൽ നിൽക്കുന്ന അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ട് അവൾക്ക് യാത്രയപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ സിയോങ് ആണെങ്കിൽ യൂനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അവളാണെങ്കിൽ അവിടെ എല്ലാം ഇങ്ങനെ പരുതി നോക്കും. എന്നാൽ അവിടെയായിട്ട് ഒരു നരച്ച മുടിയുള്ള ഒരാളും അവിടെ വന്ന് നിൽപ്പുണ്ട്. ഇതേ ആൾ തന്നെയാണ് നമ്മുടെ സിയോങ്ങിന് എപ്പോഴും ബൊക്കെ കൊടുക്കുന്നത്. ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇനിയും അടുത്ത എപ്പിസോഡുകളിൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചാനും അതേപോലെ തന്നെ മാജവും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ്. ചാനാണെങ്കിൽ അവിടെ പറയും, ഞാനാണെങ്കിൽ നേരത്തെ ഒരു ചെറുക്കൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു, ഗിത്താർ വായിക്കുന്നത്, അവനാണെങ്കിൽ എൻ്റെ കൂടെ ബാൻഡിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും എനിക്ക് അവനെപ്പറ്റി ചെറിയ ഡൗട്ടുണ്ട്, അവൻ ഒരുമാതിരി എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്, അവൻ എന്നോട് പറഞ്ഞേക്കുന്നത് തന്നെ അവൻ 1 വർഷത്തോളം എൻ്റെ കൂടെ നിൽക്കണം എന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ അത് കേട്ടിട്ട് ഒരുമാതിരിയാ എന്ന് പറയും. ഇത് കേൾക്കുന്നേ മാജോ പറയും, അതിനിപ്പോൾ എന്താ, അവനവിടെ നിൽക്കട്ടെ, എനിക്ക് അവനെ കണ്ടെടുത്തോളം അവന് വേറെ പ്രശ്നമൊന്നും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല, അവനൊരു ഡീസൻ്റ് ചെറുക്കനെ പോലെ തോന്നിയത്, നീ
നീ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി, അവൻ നല്ല ടാലന്റഡ് ആയിട്ടുള്ളൊരു ഗിറ്റാറിസ്റ്റാണ്. അങ്ങനെയുള്ളൊരാൾ നമ്മുടെ ബാൻഡിലുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും അത് നമുക്ക് ഹെൽപ്ഫുൾ മാത്രമായിരിക്കും എന്ന് നമ്മുടെ മാജോ പറയും. അങ്ങനെ ഇവന്മാർ രണ്ടുപേരും ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ കുറേ കുട്ടികൾ അവിടെ നിന്ന് ഇങ്ങനെ ഓടിപ്പോവും. വേഗം തന്നെ നമ്മുടെ ചാനാണെങ്കിൽ അതിലുള്ളൊരു കൊച്ചിനെ പിടിച്ചെടുത്തിട്ട് ചോദിക്കും, എന്തു പറ്റി, നിങ്ങൾ എന്താ ഇത്ര കാര്യമായിട്ട് ഓടിപ്പോകുന്നതെന്ന്. അപ്പോൾ അവൻ പറയും, അത് ഗ്രൗണ്ടിലായിട്ട് രണ്ട് ഗിറ്റാറിസ്റ്റുകൾ തമ്മിൽ ഭയങ്കര വലിയൊരു ഫൈറ്റിംഗ് നടത്തുവാണ്. അവരാണെങ്കിൽ അവിടെ എന്തോ ബെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് കേൾക്കുന്നേ നമ്മുടെ ചാനും മാജോയും കൂടി വേഗം തന്നെ അവിടേക്ക് ഓടി വരും. വന്ന് നോക്കുമ്പോൾ എന്തുവാ, അവിടെയാണെങ്കിൽ നമ്മളുടെ യൂൻഗോയിലും അതേപോലെ തന്നെ മറ്റേ ബാൻഡിലുണ്ടായിരുന്ന വേറൊരു ചെറുക്കനില്ലേ, അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ നല്ലതുപോലെ ഫൈറ്റ് നടക്കുവാണ്. അവർ പറയുന്നത് തന്നെ ഇതിലാരാണോ വിൻ ചെയ്യുന്ന ആളുടെ കൂടെ ബാൻഡിലേക്ക് മറ്റേ ആൾ ജോയിൻ ചെയ്യണോ എന്നാ. അവിടെയാണെങ്കിൽ ഇവർക്ക് റെഫറി പറയുന്ന വേറെ ആരുമല്ല, നമ്മളുടെ മറ്റേ മുടിയനുണ്ടല്ലോ അവൻ തന്നെയാണ്. ഇവരങ്ങനെ നല്ലതുപോലെ കോമ്പറ്റീഷനൊക്കെ വെക്കും. അവിടെയാണെങ്കിൽ ജയിക്കുന്ന നമ്മുടെ യൂൻഗോയില. അങ്ങനെ ബാക്കിയുള്ള മറ്റേ 3 പേരില്ലേ, അവർ 3 പേരും നമ്മുടെ യൂൻഗോയിലിൻ്റെ കൂടെ ബാൻഡിൽ ജോയിൻ ചെയ്യാൻ റെഡിയാവും. അങ്ങനെ ഇവരിപ്പോൾ 4 പേര് ഒരു ബാൻഡായി. അവിടേക്ക് നമ്മുടെ ചാൻ വന്നിട്ട് പറയും, നിങ്ങൾക്ക് അങ്ങനെ എൻ്റെ ബാൻഡിൽ ജോയിൻ ചെയ്യാനൊന്നും പറ്റത്തില്ല എന്ന്. പെട്ടെന്ന് തന്നെ അവന്മാർ പറയും, അങ്ങനെയല്ല, നിന്നെ ഞങ്ങളുടെ ബാൻഡിലോട്ട് എടുക്കണോ എന്നുണ്ടെങ്കിൽ നീ ആണെങ്കിൽ നിന്റെ ടാലൻറ്റ് നല്ലതുപോലെ കാണിച്ചേ പറ്റൂ, നീ നല്ലതുപോലെ പാട്ടും പാടണം. സത്യം പറഞ്ഞാൽ നമ്മുടെ ചാനിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ അവൻ ആ ബാൻഡിൽ ഫ്രണ്ട് മാനായിട്ട് നിൽക്കണം എന്നാണ്. അതായത് മെയിൻ ഫോക്കസ് ഒക്കെ കിട്ടുന്ന ഈ പാട്ടൊക്കെ പാടുന്ന ആളില്ലേ, അതേപോലെ നിൽക്കണമെന്ന്. അപ്പോൾ അവന്മാർ പറയും, ഞങ്ങൾ നിന്നെ ഫ്രണ്ട് മാൻ ആക്കാം, പക്ഷേ നീ അതിന് വേണ്ടിയിട്ട് നീ എഫേർട്ട് കാണിച്ചേ പറ്റത്തുള്ളൂ, നിന്റെ ടാലൻറ്റ് ഞങ്ങൾക്ക് മനസ്സിലായാൽ മാത്രമേ നിന്നെ ഞങ്ങളുടെ ഫ്രണ്ട് മാൻ ആക്കത്തുള്ളൂ എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ചാനാണെങ്കിൽ ആ വെല്ലുവിളി ഏറ്റെടുക്കും. അവൻ പറയും, ഓക്കെ, ഞാൻ എൻ്റെ ടാലൻറ്റ് നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് അവൻ വേഗം തന്നെ അവിടെ നിന്ന് പോകും. എന്നിട്ട് നമ്മുടെ ചാനാണെങ്കിൽ ഭയങ്കരമായിട്ടും പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യും. അവനെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിനെക്കാട്ടിയും വലിയ പാട്ടൊക്കെ അവനെടുത്തിപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്നത്, അതും ഹൈ പിച്ചുള്ളതൊക്കെ. ഇതൊക്കെ കാണുന്നേ നമ്മുടെ ചാൻ പറയും, എന്നെ കൊണ്ടൊന്നും ഇത്ര വലിയ പാട്ടൊന്നും പാടാൻ പറ്റത്തില്ല, ഇവന്മാരെന്തോ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇക്കണക്കിന് പോവുകയാണെങ്കിൽ ഈ പാറ്റിനകത്ത് ഞാൻ കാണത്തില്ലല്ലോ, ഞാൻ ഇനിയിപ്പോൾ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇവ ഇങ്ങനെ ഭയങ്കര കൺഫ്യൂസ് അടിച്ചിരിക്കും. പെട്ടെന്ന് തന്നെ മാജോ പറയും, നിനക്കാണെങ്കിൽ സിയോ ഇങ്ങനെ ഇമ്പ്രസ് ചെയ്യണ്ടേ, അവളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നീ ബാൻഡ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പോൾ പിന്നെ നീ ആ എഫേർട്ട് എടുത്തേ പറ്റത്തുള്ളൂ, നിനക്ക് ഈ ഒരു ജന്മം മാത്രമേ ഉള്ളൂ അവളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ നീ ഇനി മരിച്ചിട്ട് ജനിക്കേണ്ടതായിട്ട് വരും, എന്നാലല്ലേ നിനക്ക് ഈ ടാലൻ്റ് ഒക്കെ കിട്ടത്തുള്ളൂ എന്നൊക്കെ നമ്മുടെ മാജോ പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ചാനിൻ്റെ മൈൻഡിൽ എന്തോ പോയിട്ടാന്ന് അറിയത്തില്ല. അവൻ പറയും, ഓക്കെ, എന്നാൽ പിന്നെ ശരി, ഞാനാണെങ്കിൽ എൻ്റെ ഈ ജീവിതം അങ്ങ് അവസാനിപ്പിക്കാം, എന്നിട്ട് ഞാൻ എൻ്റെ അടുത്ത ജന്മത്തിൽ സിയോങ്ങുമായിട്ട് കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ വേഗം തന്നെ അവിടെ നിന്ന് ഓടി അവിടുത്തെ ഒരു ബിൽഡിങ്ങിൻ്റെ മണ്ടയിൽ നിന്നെടുത്ത് ചാടാനായിട്ട് ഇറങ്ങും. ഇത് കാണുന്നേ നമ്മുടെ യൂൻഗോയിൽ ഭയങ്കര ഷോക്കായി പോകും. അവനെ ഓടി വന്നിട്ട് നമ്മുടെ ഈ ചാനിനെ അങ്ങ് തടയും, അവൻ്റെ മണ്ടയിലായിട്ട് കയറി അങ്ങ് പിടിക്കും. എന്നിട്ട് പറയും, നിനക്കെന്താ പ്രാന്താന്നോ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, നിനക്കിപ്പോൾ എന്തുവാ വേണ്ടത്, നിനക്ക് പാട്ട് പാടണം, ഗിറ്റാർ വായിക്കണം, അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് അവസാനം നമ്മുടെ യൂൻഗോയിലാണെങ്കിൽ ഇവനത് പറഞ്ഞു കൊടുക്കാൻ റെഡിയാവും. എന്നിട്ട് പറയും, പക്ഷേ ഇവിടെ ഒരു കണ്ടീഷനുണ്ട്, നീ നല്ലതുപോലെ പഠിക്കുകയും ക്ലാസ് അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്താൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ ഗിറ്റാറും പാട്ടും ഒക്കെ നന്നായിട്ട് പഠിപ്പിച്ചു തരത്തുള്ളൂ. ഇത് കാണുന്നേ ചാൻ പറയും, എന്നെ കൊണ്ട് പഠിക്കാനൊന്നും പറ്റത്തില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ എനിക്ക് പഠിത്തത്തിനോട് ഇപ്പോൾ താല്പര്യമില്ല എന്ന്, എനിക്ക് എങ്ങനെയെങ്കിലും പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും പൈസ സമ്പാദിച്ചാൽ മതി. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂൻഗോയിൽ പറയും, അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, നീ പഠിച്ചേ പറ്റത്തുള്ളൂ എന്ന്. ഇവിടെയാണെങ്കിൽ നമ്മുടെ യൂൻഗോയിൽ അവൻ്റെ അച്ഛനെ തന്നെയല്ലേ പിടിച്ചിരുത്തി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നത്. അപ്പോഴും നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. യൂൻഗോയിലിൻ്റെ അടുത്താണെങ്കിൽ നമ്മുടെ ചാനിൻ്റെ മുത്തശ്ശി വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ മോനെ എങ്ങനെയെങ്കിലും നല്ലതുപോലെ പഠിപ്പിക്കണം, എനിക്ക് നന്നായിട്ട് അറിയാം അവൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ പാർട്ട് ടൈം ജോബൊക്കെ ചെയ്യുന്നതെന്ന്. അവൻ്റെ അച്ഛനെയും അമ്മേനെയും അവന് കുഞ്ഞിലേ നഷ്ടപ്പെട്ടയാണ്, അന്ന് തൊട്ടേ ഞാൻ അവനെ നോക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് അവൻ എന്നെ നല്ലതുപോലെ നോക്കണമെന്ന് ആലോചിച്ച് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും എന്നെ സംബന്ധിച്ച് എൻ്റെ മോൻ നന്നായിട്ട് പഠിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം, നീ അത് എനിക്ക് ചെയ്തു തരത്തില്ലേന്ന് ചോദിച്ചിട്ട് നമ്മുടെ യൂൻഗോയിലിൻ്റെ കയ്യിലായിട്ട് ചാനിൻ്റെ മുത്തശ്ശി ഉണ്ടല്ലോ കുറച്ച് പൈസ എടുത്ത് കൊടുക്കും. എന്നിട്ട് പറയും, നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ അതെല്ലാം ചെയ്തു തരാം എന്ന്. ഉടനെ നമ്മുടെ യൂൻഗോയിൽ പറയും, വേണ്ട മുത്തശ്ശി, ഈ പൈസയുടെ ഒന്നും യാതൊരു ആവശ്യമില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. എന്നാൽ ഈ മുത്തശ്ശി അതൊന്നും കേൾക്കത്തില്ല. എന്നിട്ട് നമ്മളുടെ യൂൻഗോയിലിൻ്റെ കയ്യിലായിട്ട് ആ പൈസ നിർബന്ധിച്ച് ഏൽപ്പിക്കും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ചാനും അതേപോലെ തന്നെ യൂൻഗോയിലും കൂടി ഇരുന്ന് പഠിക്കുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ യൂൻഗോയിൽ ചാനിൻ്റെ കയ്യിലായിട്ട് കയറി പിടിക്കുന്ന ചാൻ വീണ്ടും തെറ്റിദ്ധരിക്കും. അവനാണെങ്കിൽ അവിടെ കിടന്ന് ബഹളം വയ്ക്കും, നീ എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നത്, ഞാൻ ഓൾറെഡി നിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ എനിക്ക് പെങ്കൊച്ചിങ്ങളെയാണ് ഇഷ്ടം എന്ന്. ഇവിടെ ചാൻ നല്ല രീതിയിൽ തെറ്റിദ്ധരിച്ച് വെച്ചേക്കുവാണ്. അതേസമയം തന്നെ പുറത്തായിട്ട് എല്ലാവരും ഇവർ പഠിക്കുന്നത് ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് നോക്കുക. ആ മുത്തശ്ശി ഇത് കാണുന്നതും ഭയങ്കരമായിട്ട് സന്തോഷിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ യൂനേനെയാണ്. അവക്കാണെങ്കിൽ ഇപ്പോൾ ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിയോങ് അവൾക്ക് വേണ്ടിയിട്ട് UK അയച്ചാണ്. സിയോങ് ആണെങ്കിൽ പറയും, ഞാനിപ്പോൾ UK എത്തിയിട്ടുണ്ട്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, സത്യത്തിൽ ഞാൻ എയർപോർട്ടിൽ നിന്നെ
നിന്നെ നല്ലതുപോലെ വെയിറ്റ് ചെയ്തായിരുന്നു, നീ എന്തുകൊണ്ട് അവിടേക്ക് വരാഞ്ഞെന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്ത് ചോദിക്കും. എന്നിട്ടാണെങ്കിൽ നമ്മുടെ സിയോങ് പറയും, ഞാൻ എൻ്റെ അഡ്രസ്സ് ഇതിൽ വെച്ചിട്ടുണ്ട്, നിനക്ക് എന്തെങ്കിലും ലെറ്റർ അയക്കണമെങ്കിൽ ഈ അഡ്രസ്സിലോട്ട് അയച്ചാൽ മതി. ഇത് വായിക്കുന്നത് നമ്മുടെ യൂനയുടെ ഫേസിലായിട്ട് വേറെ എക്സ്പ്രഷൻ ഒന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് യൂന നേരെ തന്നെ ഒരു ലൈബ്രറിയിലായിട്ട് ബുക്ക് വാങ്ങിക്കാൻ വരും. അവൾ അവിടെ നിന്ന് ബുക്ക് വാങ്ങിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങുന്നേ നമ്മുടെ യൂൻഗോയിലും അവളെ പാസ് ചെയ്ത് പോകും. ഇപ്പം ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയത്തില്ലല്ലോ. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂൻഗോയിൽ തേടുന്ന അവൻ്റെ അമ്മ വേറെ ആരുമല്ല, ഈ യൂന തന്നെയാണ്. ഇവർക്ക് രണ്ടുപേർക്കും അറിഞ്ഞൂടാത്തത് കൊണ്ട് തന്നെ രണ്ടുപേരും ഒന്നും അറിയാത്ത പോലെ പാസ് ചെയ്തങ്ങ് പോകും. ഇവിടെ നമ്മുടെ യൂൻഗോയിൽ വന്നിരിക്കുന്നതിന് ചാനിന് വേണ്ടിയിട്ട് കുറച്ച് ബുക്കൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവൻ ബുക്കൊക്കെ വാങ്ങിച്ച് പുറത്തോട്ട് ഇറങ്ങുന്നതും അവിടെയായിട്ട് മാജുവിനെ കാണും. അങ്ങനെ ഇവന്മാർ രണ്ടുപേരും കൂടി ബസ്സിനകത്ത് ട്രാവൽ ചെയ്ത് പോകും. ബസ്സിലിരിക്കുന്നതും അവരുടെ പുറകെയായിട്ട് കുറേ സ്കൂൾ കുട്ടികളുണ്ടായിരുന്നു. അവരെല്ലാവരും ഇപ്പോൾ പറയുന്നത് തന്നെ നമ്മുടെ ചാനിനെ പറ്റിയിട്ടാണ്. അവനാണെങ്കിൽ സിയോങ്ങിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാൻഡ് തന്നെ ഫോം ചെയ്തു. അതിനകത്ത് വന്നിരിക്കുന്ന പുതിയ ഗിറ്റാറിസ്റ്റ് ഉണ്ടല്ലോ, അവനെ കാണാൻ സൂപ്പറാണ്, അവൻ ഭയങ്കര ടാലൻറ്റഡ് ആണ് എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ യൂൻഗോലിന് ഭയങ്കരമായിട്ട് അങ്ങ് സുഖിക്കും കേട്ടോ. അങ്ങനെ ഇരിക്കാൻ നേരത്ത് അവർ പറയും, എന്തൊക്കെ പറഞ്ഞാലും ആ ചാൻ ചെയ്യുന്ന എഫേർട്ടൊക്കെ ഇപ്പോൾ ഭയങ്കര വേസ്റ്റാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിയോങ് ഇപ്പോൾ UK പോയില്ലേ, അവളിനി അവിടെ തന്നെ സെറ്റിൽ ആവുമോ എന്നാ കേട്ടെ. ഇത് കേൾക്കുന്നേ നമ്മുടെ മാജോയും അതേപോലെ തന്നെ യൂൻഗോയിലും ഭയങ്കര ഷോക്കാകും. അവന്മാരെങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് തീരുമാനിക്കും, അതായത് ഇക്കാര്യം നമുക്ക് ചാൻ്റെ അടുത്ത് പറയണ്ട എന്ന്. ചാനങ്ങാണ് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവനാണെങ്കിൽ ഈ ബാൻഡെല്ലാം പകുതി വഴിയിലേ കളയും. അവനിപ്പോൾ ഇടുന്ന ആ എഫേർട്ട് ഉണ്ടല്ലോ അതെല്ലാം വേസ്റ്റ് ആവും എന്ന് പറയും. അങ്ങനെ രണ്ടെണ്ണം ഇത് സീക്രട്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യും. അങ്ങനെ നമ്മുടെ മാജോയും അതേപോലെ തന്നെ യൂൻഗോയിലും റൂമിൽ വന്ന് കയറുമ്പോൾ എന്താ നമ്മുടെ ചാനാണെങ്കിൽ ഇപ്പോഴും ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രാൻഡ്മ ആണെങ്കിൽ എല്ലാവർക്കും ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അവരെ എല്ലാവരും കഴിക്കാൻ വിളിക്കും. അങ്ങനെ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുന്നതിന് നമ്മളുടെ മറ്റേ മുടിയനുണ്ടല്ലോ, അവനാണെങ്കിൽ ചാൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കും. എന്നിട്ട് ചോദിക്കും, നിൻ്റെ ആണെങ്കിൽ ആ പ്രോഗ്രാം അടുത്ത് വരുമല്ലേ, നിൻ്റെ പ്ലാൻ എന്തോ, നീ എന്തെങ്കിലും സർപ്രൈസ് അവൾക്ക് കൊടുക്കുന്നുണ്ടോ? പെട്ടെന്ന് തന്നെ നമ്മുടെ ചാൻ പറയും, ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് തന്നെ അവളെ ഒന്ന് ചെന്ന് കണ്ടാലോ എന്നാ. ഇത് കേൾക്കുന്നത് നമ്മുടെ യൂൻഗോയിലും മാജോയും കൂടി ഒരുമിച്ച് അവിടെ കിടന്ന് വിളിച്ചു പോകാൻ തുടങ്ങും. വേണ്ട, നീ അങ്ങനെ ചെയ്യരുത് എന്ന്. സത്യം പറഞ്ഞ ഇവന്മാർ ഇങ്ങനെ സംസാരിക്കാൻ നേരത്തെ ഇവന്മാരെ വായിരുന്ന ചോറെല്ലാം കൂടി നമ്മുടെ ചാനിൻ്റെ മുഖത്തായിട്ട് തെറിക്കും. അപ്പോൾ ചാൻ പറയും, നിനക്കൊന്ന് സമാധാനത്തിൽ പറഞ്ഞൂടെ, എന്തിനാ ഇങ്ങനെ നടന്ന് അലറുന്നേ? ഞാനാണെങ്കിൽ അവളെ കാണാൻ പോകുന്നു എന്നല്ലേ പറഞ്ഞോളൂ. പെട്ടെന്ന് തന്നെ യൂൻഗോയിൽ പറയും, നീ എന്താ അവൾക്ക് കൊടുത്ത പ്രോമിസ് അങ്ങ് മറന്നുപോയോ? അവളുടെ അടുത്ത് എന്താ പറഞ്ഞത്? ബാൻഡ് ഫോം ചെയ്യാതെ ഞാൻ നിന്നെ കാണത്തില്ല എന്നല്ലേ, അതുകൊണ്ട് നീ നിൻ്റെ വാക്ക് പാലിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയും. ഇത് കേൾക്കുന്നതിന് ചാൻ പറയും, അത് ശരിയാണ്, ഞാൻ അങ്ങനെ ഒരു വാക്ക് കൊടുത്തായിരുന്നു, എങ്കിൽ പിന്നെ ആ വാക്ക് തന്നെ പാലിക്കുക എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂൻഗോയിലാണെങ്കിൽ ഇരുന്ന് ആലോചിക്കുന്നതാണ്. അവനാണെങ്കിൽ ഇപ്പോൾ നല്ല കറക്റ്റായിട്ട് അറിയാം, അതായത് നമ്മുടെ ഈ സിയോങ് ഉണ്ടല്ലോ, അവൾ UK പോയി കഴിഞ്ഞാൽ പിന്നീട് ഇപ്പോഴെങ്ങും തിരിച്ചു വരത്തില്ല എന്ന്. അങ്ങനെ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതായത് നമ്മുടെ യൂൻഗോയിൽ ആ ആൻറ്റി ആയിട്ടുള്ള സിയോങ് ഇല്ലേ, അവരെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതും അവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർ പറയും, ഞാനാണെങ്കിൽ എൻ്റെ +2 UK പോയതാണ്, പിന്നീട് ഞാൻ തിരിച്ച് വന്നത് തന്നെ എൻ്റെ അച്ഛൻ മരിച്ചു എന്ന് അറിഞ്ഞപ്പോഴാണ്, അല്ലാണ്ട് ഞാൻ കൊറിയയിലൂടെ തിരിച്ച് വന്നിട്ടേ ഇല്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂൻഗോയിൽ ഇപ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ട് പറയും, അച്ഛൻ എന്നോട് ക്ഷമിക്കണം, എനിക്ക് നന്നായിട്ട് അറിയാം സിയോങ് ഇനി ഇപ്പോഴെങ്ങും തിരിച്ചു വരത്തില്ല എന്ന്. എങ്കിലും ഞാൻ അച്ഛൻ്റെ അടുത്ത് കള്ളം പറയുന്നത് അച്ഛൻ്റെ എഫേർട്സ് ഒന്നും വെറുതെ ആവരുത് എന്ന് ആലോചിച്ചിട്ടാ എന്നിങ്ങനെ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അതേസമയം തന്നെ നമ്മളെ സിയോങ്ങിനെ കാണിക്കും. അവളാണെങ്കിൽ ഇപ്പോൾ തിരിച്ച് കൊറിയയിലോട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവളെ എയർപോർട്ടിൽ കാണിക്കും. പിന്നീട് കാണിക്കുന്ന അവളുടെ വീട്ടിലായിട്ട് വന്നെയാ. വീട്ടിൽ വന്നിട്ട് അവിടെ ഇരിക്കുന്ന അവളുടെ ഫാമിലി ഫോട്ടോ നോക്കിയിട്ട് അവളുടെ അമ്മയെ നോക്കി പറയും, അമ്മ എന്നോട് ക്ഷമിക്കണം, എനിക്ക് UK നിൽക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ തിരിച്ചിവിടേക്ക് വന്നത് എന്ന്. എന്നിട്ട് അവൾ ഒരുമാതിരി വില്ലത്തിമാരെ പോലെ ചിരിക്കും. ഇവിടെ എന്താ സംഭവം എന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാവത്തില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മളുടെ യൂൻഗോയിലാണെങ്കിൽ ഇരുന്നിട്ട് ചാനിന് ഗിത്താർ പഠിക്കുന്നതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ്. നമ്മുടെ ചാനാണെങ്കിൽ എത്ര വായിച്ചിട്ടും ഈ യൂൻഗോയിൽ വായിക്കുന്ന നമുക്ക് വരത്തേ ഇല്ല. പെട്ടെന്ന് തന്നെ യൂൻഗോയിൽ പറയും, ഈ ഗിത്താറിനെന്ന് പറഞ്ഞിട്ട് ഒരു ഇമോഷൻ ഉണ്ട്, നമ്മൾ എന്ത് ഇമോഷനാണോ ഗിത്താറിന് കൊടുക്കുന്നത് അതേ ഇമോഷൻ തന്നെ ആയിരിക്കും അത് തിരിച്ചും തരുന്നത്. അതുകൊണ്ട് തന്നെ നീ വേറെ ഒന്നും ആലോചിക്കാണ്ട് ഗിത്താറിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ട് നല്ലതുപോലെ പാട്ട് വായിച്ചു കഴിഞ്ഞാൽ അത് നിനക്ക് നല്ല റിസൾട്ട് തരും, ഗിത്താർ എപ്പോഴും നമ്മളുടെ കൂടെ നിൽക്കും എന്നൊക്കെ നമ്മുടെ യൂൻഗോയിൽ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും. അങ്ങനെ നമ്മുടെ ചാനും അതേ കണക്ക് പ്ലേ ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ സിയോങ്ങിനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെയാണ് നടക്കുകയും അതേപോലെ തന്നെ അവളുടെ ഹെയർ സ്റ്റൈലും ഒക്കെ മാറ്റുന്നത്. അവളാണെങ്കിൽ എന്നിട്ട് നല്ല ഹാപ്പി ആയിട്ട് അവിടെ കിടന്ന് തുള്ളിച്ചാടും. അവളിപ്പോൾ മുടിയൊക്കെ നല്ലതുപോലെ ഷോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ യൂൻഗോയിലാണെങ്കിൽ ഇങ്ങനെ ഒരു സ്ട്രീറ്റിൽ കൂടി നടക്കുന്നത് പെട്ടെന്ന് തന്നെ അവൻ്റെ കണ്ണിലായിട്ടൊരു മ്യൂസിക് ഷോപ്പ് കാണും. അവിടെ നിൽക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ സിയോങ്ങിനെ അന്ന് കാണാൻ വന്ന ആ നരച്ച മുടിയുള്ള ആളില്ലേ, അയാൾ തന്നെയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂൻഗോയിൽ ആ ഷോപ്പിൻ്റെ അകത്ത്
അകത്തായിട്ട് കയറിയിട്ട് അയാളുടെ അടുത്ത് പറയും എനിക്കൊരു ഗിത്താർ വാങ്ങിക്കണമെന്നുണ്ടെന്ന്. അപ്പോൾ അയാളാണെങ്കിൽ നല്ല ഗിത്താറിനെ പറ്റിയൊക്കെ സംസാരിക്കും. അയാൾ ചോദിക്കും ആർക്ക് വേണ്ടിയിട്ടാന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ യൂൻഗോയിൽ പറയും അതെൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണ്, ഞങ്ങളൊരു ബാൻഡ് തന്നെ ഫോം ചെയ്യാൻ പോവുക എന്ന്. ഇത് കേൾക്കുന്നേയും ആ നരച്ചമുടിയിട്ട് ആൾക്ക് ഭയങ്കര സന്തോഷമാകും. അതേസമയം തന്നെ നമ്മളുടെ സിയോങ് ഉണ്ടല്ലോ, അവൾ അതിൽ ഇങ്ങനെ നടന്നു പോകുമായിരുന്നു. അവളെ കാണുന്നേ നമ്മുടെ യൂൻഗോയിൽ ഭയങ്കര ഷോക്കാകും. അവൻ വിചാരിക്കും ഇത് സിയോങ് തന്നെയല്ലേ, അവളെന്തോ ഇവിടെ എടുക്കുന്നേ, അവളിപ്പോൾ UK-യിലല്ലേ ഉണ്ടാവേണ്ടത്, പോരാത്തിന് ഇവളെ കണ്ടിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുണ്ടല്ലോ, ഇവളുടെ ഹെയർ കട്ട് ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ യൂൻഗോയിൽ വേഗം തന്നെ ഈ സിയോങ്ങിനെ ഫോളോ ചെയ്ത് വരും. സിയോങ് അവിടെ എന്തോ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ കയ്യിലുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഷൂസും ഡ്രസ്സസും ഒക്കെ ഇല്ലേ, അതെല്ലാം ആൾക്കാർക്ക് വിൽക്കുവാണ്. എന്നിട്ട് അവൾ പൈസ എണ്ണിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂൻഗോയിൽ വന്നിട്ട് ചോദിക്കും നീ സിയോങ് അല്ലേ, നീ ഇവിടെ എന്തെടുക്കുക, നീ UK-ക്ക് പോയതല്ലേ, നീ തിരിച്ചു വരത്തില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമ്മളുടെ സിയോങ് ആണെങ്കിൽ അവളുടെ മുഖമൊക്കെ മറയ്ക്കും. എന്നിട്ട് ചോദിക്കും നീ എന്തുവാ, നീ എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നീ ആരാ? അപ്പം നമ്മുടെ യൂൻഗോയിൽ പറയും നീ എന്താ എന്നെ അറിഞ്ഞൂടാത്തതുപോലെ സംസാരിക്കുന്നേ, ഇതൊക്കെ എന്തിനാ നീ ഇപ്പോൾ വിൽക്കുന്നത്, നീ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല, നീ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് ചാനിനെ ഭയങ്കര മോശമായിട്ട് ബാധിക്കും, നീ ഇവിടേക്ക് വരരുത് എന്നൊക്കെ നമ്മുടെ യൂൻഗോയിൽ പറയും. ഇതൊക്കെ കേൾക്കുന്നേ സിയോങ്ങിനൊന്നും മനസ്സിലാവത്തില്ല. അവൾ ചോദിക്കും ചാനോ, അതാരാണ്? അപ്പോൾ നമ്മുടെ യൂൻഗോയിൽ പറയും നീ അവൻ്റെ അടുത്ത് ഒരു ബാൻഡ് തന്നെ ഫോം ചെയ്യാനല്ലേ പറഞ്ഞേക്കുന്നത്, അവനാണെങ്കിൽ ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുക, നീ ഇവിടേക്ക് വരാനേ പാടില്ല എന്നൊക്കെ നമ്മുടെ യൂൻഗോയിൽ പറയും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ സിയോങ് ചെറുതായിട്ടൊന്ന് ക്യൂരിയസ് ആവും. പെട്ടെന്ന് തന്നെ അവിടേക്ക് പോലീസ് വരാനായിട്ട് ഇറങ്ങും. അപ്പോൾ നമ്മളുടെ സിയോങ് പറയും നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വേഗം തന്നെ ഈ ഇരിക്കുന്ന ഡ്രസ്സൊക്കെ പറക്കി എൻ്റെ കൂടെ ഓടിവാ, എന്നാൽ ഞാൻ എന്തിനാ ഇവിടേക്ക് തിരിച്ചു വന്നതെന്ന് പറയാമെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ചാനിൻ്റെ ബാൻഡിലുള്ള ആ 3 പേരില്ലേ, അവന്മാർ സംസാരിച്ചുകൊണ്ട് വരുന്നതാണ്. അവന്മാർ പറയും എന്നാലും ആ ചാനിൻ്റെ അടുത്താണെങ്കിൽ നമ്മൾ ഇങ്ങനൊരു ഓഡീഷൻ വെക്കുന്ന കാര്യം പറയണ്ടായിരുന്നു, അവനാണെങ്കിൽ നല്ലതുപോലെ പാടത്തൊന്നുമില്ല, അത് നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. അപ്പോൾ അതിനകത്തുള്ള ഒരുത്തൻ പറയും അങ്ങനെയല്ലടാ, അവൻ എന്തായിരുന്നാലും പെർഫോം ചെയ്യട്ടെ, അവൻ്റെ പാട്ട് കൊള്ളത്തില്ലാന്ന് നമുക്ക് ഓൾറെഡി അറിയാം, അപ്പോൾ പിന്നെ നമുക്ക് അവനെ നല്ല ധൈര്യമായിട്ട് റിജക്റ്റ് ചെയ്തൂടെ, അവനെ നമുക്ക് നമ്മുടെ ബാൻഡിൽ എടുക്കുകയും വേണ്ട. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് വരുന്നേ പെട്ടെന്ന് തന്നെ ആ മ്യൂസിക് റൂമിൽ നിന്ന് നല്ലൊരു പാട്ട് കേൾക്കും. ഇവന്മാർ ഓടി വന്ന് നോക്കും, വേറെ ആരുമല്ല പാടുന്നത്, നമ്മുടെ ചാൻ തന്നെയാണ്. അവൻ നല്ല കിടിലമായിട്ട് ഗിത്താറൊക്കെ വായിച്ച് നല്ല പൊളിയായിട്ട് പാട്ട് പാടും. ഇത് കാണുന്ന ആ 3 ചെറുക്കന്മാരുണ്ടല്ലോ, അവന്മാർ ഫ്ലാറ്റായി പോവും. അവന്മാർ വേഗം തന്നെ നമ്മുടെ ചാൻ്റെ അടുത്ത് പറയും നീ എന്ത് കിടിലമായിട്ടാണ് പാട്ട് പാടുന്നേ, നിന്റെ കൂടെ ഞങ്ങൾ എന്തായിരുന്നാലും ബാൻഡിലുണ്ടെന്നും പറഞ്ഞിട്ട് അവന്മാർ ഓക്കെ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ യൂൻഗോയിലും അതേപോലെ തന്നെ സിയോങ് കൂടി സംസാരിക്കുന്ന അവിടെ യൂൻഗോയിൽ പറയും നീ എന്തായിരുന്നാലും ചാൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു, അവനാണെങ്കിൽ നിനക്ക് വേണ്ടി ഒരു ബാൻഡ് തന്നെ ഫോം ചെയ്തു, അപ്പോഴാണ് നീ UK-യിലോട്ട് പോയത്, എന്നിട്ട് ഇതാ ഇപ്പോൾ തിരിച്ചും വന്നേക്കുന്നു, എന്തിനാ നീ അങ്ങനെ ചെയ്തത്? അപ്പം നമ്മുടെ സിയോങ് പറയും അല്ല ഞാനിപ്പോൾ തിരിച്ചു വന്നതിന് എന്തെങ്കിലും റീസൺ കാണത്തില്ലേ, എനിക്കാണെങ്കിൽ UK നിൽക്കണമെന്ന് തോന്നിയില്ല, അവിടെയാണെങ്കിൽ എൻ്റെ അച്ഛൻ എന്തോ ഒരു അഫെയർ ഉണ്ട്, അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ ഇപ്പോൾ ഭയങ്കര സങ്കടത്തിലാണ്, എനിക്കാണെങ്കിൽ ഇപ്പോൾ ജീവിക്കണമെന്നേ താല്പര്യമില്ല, ഞാനിപ്പോൾ കൊറിയയിലോട്ട് തിരിച്ചു വന്നത് തന്നെ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ ഞാൻ ഇപ്പോൾ എൻ്റെ തീരുമാനം മാറ്റി, ഇപ്പോഴെങ്കിലും ഞാൻ സൂയിസൈഡ് ചെയ്യുന്നില്ല എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂൻഗോയിലൊന്നും മനസ്സിലാവത്തില്ല. അപ്പം നമ്മുടെ ഈ സിയോങ് ചോദിക്കും അല്ല ഞാനിനിയിപ്പോൾ ചാനെ നേരിട്ട് കണ്ടിട്ട് സോറി വല്ലതും പറയണോ? പെട്ടെന്ന് തന്നെ യൂൻഗോയിൽ പറയും വേണ്ട വേണ്ട, നീ ഇപ്പം തന്നെ അവൻ്റെ ലൈഫ് ഓൾറെഡി കുളമാക്കി വെച്ചിട്ടുണ്ട്, ഇനി കൂടുതൽ നീ അതിനകത്ത് കുളമാക്കാൻ നിൽക്കണ്ട. അപ്പം നമ്മുടെ സിയോങ് പറയും ഓക്കെ, എന്നാൽ പിന്നെ നീ എന്നെ കണ്ട കാര്യം ആരുടെ പറയണ്ട, ഞാനിവിടെ ആരും അറിയാണ്ട് ജീവിച്ചോളാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ സിയോങ് അവിടെ നിന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ചാനാണെങ്കിൽ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് അവൻ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്ന ആ ഷോപ്പില്ലേ അവിടെയായിട്ട് വരുന്നതാണ്. അവൻ്റെ ഓപ്പോസിറ്റ് തന്നെ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ യൂനയും നടന്നു പോകുന്നുണ്ട്. എന്നാലും നമ്മുടെ ചാൻ അത് ശ്രദ്ധിക്കത്തില്ല. അവൻ അങ്ങനെ ഷോപ്പിലോട്ട് കയറി വരുന്നതും ആ ഓണർ ചോദിക്കും എന്ത് പറ്റി നീ ഇപ്പോൾ ഭയങ്കര മൂഡ് ഔട്ട് ആയിട്ടിരിക്കുന്നത്? അപ്പോൾ നമ്മുടെ ചാൻ പറയും അത് ഞാനാണെങ്കിൽ എനിക്കൊരു പെങ്കുച്ചിൻ്റെ അടുത്ത് ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ, അവളാണെങ്കിൽ ഇപ്പോൾ കൊറിയയിൽ നിന്ന് പോയി അവളിപ്പോൾ UK-യിൽ സെറ്റിൽഡ് ആണ് എന്ന്. ഇത് കേൾക്കുന്ന അയാൾ പറയും ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി, അന്ന് നിനക്ക് കൺസേർട്ടിൻ്റെ ടിക്കറ്റ് എന്ന ആ പെങ്കൊച്ചില്ലേ ആ പെങ്കൊച്ചിതാ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോയതേ ഉള്ളൂ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ചാൻ വേഗം തന്നെ ആ പെണ്ണ് ആരാന്നറിയാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടും. അപ്പോൾ നമ്മുടെ യൂന നടന്നു പോവുകയാണ്. അവനാണെങ്കിൽ പുറകിൽ നിന്ന് യൂനനെ കുറേ വിളിക്കും, എന്നാൽ അവൾ കേൾക്കത്തില്ല. വേഗം തന്നെ അവനാണെങ്കിൽ നമ്മുടെ യൂനനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ അവളുടെ ഫ്രണ്ടിലായിട്ട് വന്ന് നിൽക്കും. എന്നിട്ട് അവളുടെ അടുത്തായിട്ട് നമ്മുടെ സിയോങ് കൊടുത്ത ആ ലെറ്ററില്ലേ അത് കാണിച്ചിട്ട് വയ്ക്കും, നീ എന്തിനാ എനിക്ക് കൺസേർട്ടിൻ്റെ ടിക്കറ്റ് തന്നത്? ഇത് കാരണം ഞാൻ എന്തുമാത്രം നാണം കെട്ടെന്നറിയാവോ, സിയോങ് എന്നെ എന്തുമാത്രം വഴക്ക് പറഞ്ഞെന്നറിയാവോ, അവൾ എനിക്കിത് തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്, ഞങ്ങളെ രണ്ടുപേരും തെറ്റിക്കാനാണോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് നമ്മുടെ ഈ ചാൻ ഭയങ്കരമായിട്ടും ദേഷിക്കും. ഇതൊക്കെ കാണുന്ന യൂനിക്ക് മനസ്സിലാവും നമ്മുടെ ചാനാണെങ്കിൽ അവളുടെ അടുത്ത് ദേഷിക്കുക എന്നും. വേഗം തന്നെ അവൾ അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങും. അപ്പം നമ്മുടെ ചാൻ അവളെ പുറകീന്ന് വിളിക്കും. അതേസമയം തന്നെ ഒരു കാർ ഇവളെ പുറകീന്ന് ഇടിക്കാനായിട്ട് വരും. എന്നാൽ നമ്മുടെ യൂന ഇതൊന്നും കേൾക്കത്തില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ചാൻ വന്നിട്ട് ഇവളുടെ കൈ പിടിച്ച് വലിച്ചങ്ങ് മാറ്റും. എന്നിട്ട് ചോദിക്കും നിനക്കെന്താ ഇത്രയ്ക്കും ദേഷ്യം, നീ എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്, നിനക്കെന്താ ചെവി കേൾക്കത്തില്ലേ, ആ കാർ എത്ര തവണ ഹോൺ
അടിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാൻ ഭയങ്കരമായിട്ടും ദേഷിക്കും. ഇത് കാണുന്നേ നമ്മുടെ യൂനിക്ക് മനസ്സിലാവും അവനിപ്പോൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ എന്ന്. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ യൂന് അവിടെ നിന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ചാൻ നേരെ അവൻ വർക്ക് ചെയ്യുന്ന ആ ഷോപ്പിൽ അവിടെയായിട്ട് വരുന്നയാ. എന്നിട്ട് അവൻ പറയും, ആ പെണ്ണാണെങ്കിൽ എന്തൊരു അഹങ്കാരിയാ, അവളെ ഞാൻ എത്ര തവണ വിളിച്ചു, ഒരു കാറ് വരെ ഇടിക്കാൻ വന്നു, എന്നിട്ടും അവൾ ഭയങ്കര സ്റ്റബോണായിട്ട് തന്നെ നടക്കുമായിരുന്നു എന്ന് പറയും. ഇത് കേൾക്കുന്ന ആ ഓണർ പറഞ്ഞ് മനസ്സിലാക്കും, നിനക്കെന്താ അപ്പോൾ അറിയത്തില്ലായിരുന്നോ, അവൾക്കാണെങ്കിൽ യഥാർത്ഥത്തിൽ കാതും കേൾക്കത്തില്ല, അവൾക്ക് സംസാരിക്കാനും പറ്റത്തില്ല. ഇത് കേൾക്കുന്നേ നമ്മുടെ ചാൻ ഭയങ്കര ഷോക്കായിപ്പോവും. അതേപോലെ തന്നെ യൂനെ കാണിക്കും. അവളാണെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്നിട്ട് ഭയങ്കര വിഷമിച്ച് നിൽക്കുമായിരുന്നു. അവൾക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. ചാനിപ്പോൾ അവളുടെ അടുത്ത് നല്ലതുപോലെ ദേഷിച്ചതിൻ്റെ പേരിൽ പോരാത്തതിന് അവിടെ നല്ലതുപോലെ മഴയും പെയ്യും. അതേസമയം തന്നെ നമ്മുടെ നായകനായിട്ടുള്ള യൂൻഗോയിൽ അതിൽ നടന്നു വരും. അവനാണെങ്കിൽ ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ ആലോചിക്കാം. അവൻ വിചാരിക്കും, എന്നാലും ഈ സിയോങ് ഇപ്പോൾ ഇവിടേക്ക് വന്നതിൻ്റെ കാര്യം എന്തുമായിരിക്കും. ഞാനാണെങ്കിൽ ആ ലേഡി എടുത്ത് ചോദിച്ചപ്പോൾ അവർ ഓൾറെഡി എൻ്റെ അടുത്ത് പറഞ്ഞത് അവരച്ഛൻ്റെ ആ ഒരു മരണം കേട്ടതിന് ശേഷം മാത്രമേ ഇവിടേക്ക് വന്നേ എന്നല്ലേ. അപ്പോൾ പിന്നെ ഈ സിയോങ് ഇപ്പോൾ ഇവിടെ വന്നതിൻ്റെ റീസൺ എന്തുമായിരിക്കും. ഞാനാണെങ്കിൽ അച്ഛനോട് ഒരിക്കൽ ചോദിച്ചപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞത് തന്നെ അമ്മേനെ അച്ഛൻ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്തത് ആ സൈൻ ലാംഗ്വേജിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോഴെന്നല്ലേ. അതിൻ്റെ അർത്ഥം അച്ഛൻ ആക്സിഡൻ്റായി ചെവിയുടെ കേൾവിശക്തി പോയതിന് ശേഷം മാത്രമാണ് അച്ഛൻ എൻ്റെ അമ്മേനെ മീറ്റ് ചെയ്തതെന്ന്. എന്തായിരുന്നാലും ആദ്യമേ തന്നെ എനിക്ക് എൻ്റെ അമ്മേനെ കണ്ടുപിടിച്ചേ പറ്റത്തോളം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂൻഗോയിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വരും. അതേസമയം തന്നെ സൈഡിലായിട്ട് നമ്മുടെ യൂനയില്ലേ, അതായത് നമ്മുടെ യൂൻഗോയിലിൻ്റെ അമ്മ, അവളാണെങ്കിൽ അവിടെ ബൂത്തിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ ചാരി ഇരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂൻഗോയിൽ ഇത് ശ്രദ്ധിക്കും. അതായത് അവൾ നല്ലതുപോലെ മഴ നനയുമായിരുന്നു. വേഗം തന്നെ അവൻ്റെ കൈ ഇരുന്ന ആ കുടയുണ്ടല്ലോ ഈ പെങ്കൊച്ചിൻ്റെ കയ്യിലായിട്ട് കൊണ്ടുവന്ന് പിടിപ്പിക്കും. എന്നിട്ട് അവൻ അവിടെ നിന്നും പോവും. സത്യം പറഞ്ഞാൽ ഈ കുടയ്ക്കകത്തായിട്ട് ഒരു കോട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അതായത് ലൈഫ് എത്ര കഷ്ടമായിരുന്നാലും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഹാപ്പിനെസ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചേ പറ്റത്തുള്ളൂ എന്ന്. ഇത് വായിക്കുന്നേ നമ്മളുടെ യൂനയ്ക്കാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും. അതായത് അവളാണെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു എഫേർട്ട് ഇട്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ചാനിനെ കാണാൻ വേണ്ടിയിട്ട് അവൾ അവിടെ നിന്ന് എണീറ്റ് നടക്കാനായിട്ട് ഒരുങ്ങും. അതേപോലെ തന്നെ നമ്മുടെ ചാനിനെ കാണിക്കും. അവരാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇപ്പം നല്ല കഷ്ടം തോന്നുന്നുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂനയ്ക്കാണെങ്കിൽ ചെവിയും കേൾക്കത്തില്ല, സംസാരിക്കാനും പറ്റത്തില്ല. അവൻ അവളുടെ അടുത്ത് എന്തൊക്കെ മോശമായിട്ട് സംസാരിച്ചു. വേഗം തന്നെ അവൻ ഈ മഴ പെയ്യുന്ന കണ്ടിട്ട് കൊടയുമായിട്ട് നമ്മുടെ യൂനെ കാണാൻ വേണ്ടിയിട്ട് ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. അങ്ങനെ അവൻ കൊട എടുത്തുകൊണ്ട് ഇറങ്ങുന്നതും കറക്റ്റായിട്ട് അവൻ്റെ ഓപ്പോസിറ്റ് നമ്മുടെ സിയോങ്ങും കൊടയും പിടിച്ചുകൊണ്ട് വരും. എന്നിട്ട് അവൾ വന്നിട്ട് നമ്മുടെ ഈ ചാൻ്റെ അടുത്ത് പറയും, ചാൻ നിന്നെ കണ്ടിട്ട് എത്ര നാളായി എന്ന്. ഇത് കാണുന്നതിന് നമ്മുടെ ചാൻ ഭയങ്കര ഷോക്കായിട്ട് നിൽക്കും. അതേസമയം തന്നെ നമ്മുടെ യൂൻഗോയിലും അവിടേക്ക് വരും. അതേപോലെ തന്നെ യൂനയും വരും. രണ്ടുപേരും ഇപ്പോൾ ചിന്തിക്കുന്നത് ഞാനാണെങ്കിൽ വരാൻ കുറച്ച് വൈകി പോയല്ലോ എന്നാ. അവിടെ നമ്മുടെ യൂനയുടെ കയ്യിരുന്ന കൊടയുണ്ടല്ലോ അത് താഴേക്ക് വീഴും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.